യേശുവിൽ പ്രിയപ്പെട്ടവരെ, മുഖ്യ ദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരുടെ തിരുനാൾ സഭയിൽ ഇന്ന് ആചരിക്കുകയാണ്. പിശാചിനെതിരെ നമുക്ക് വേണ്ടി പോരാടുന്നത് മിഖായേൽ മാലാഖയാണ്. തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്താൻ നമ്മളെ സഹായിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശം മാതാവിനെ അറിയിച്ച ദൂതനാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, പ്രചോദനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഗബ്രിയേൽ ദൂതനെ നമുക്ക് ഓർക്കാം. തോബിയാസിനോടൊപ്പം യാത്രയ്ക്ക് പുറപ്പെട്ട് തോബിയാസിൻ്റെ ആവശ്യഘട്ടങ്ങളിലെല്ലാം സഹായിയായി കൂടെ നിന്നത് റഫായേൽ മാലാഖയാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ യാത്രക്കിടയിലൊക്കെ നമുക്ക് നിത്യമായ സംരക്ഷണം നൽകുന്നത് റഫായേൽ മാലാഖയാണ്. അങ്ങനെ ഈ ദൈവദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദൈവദൂതന്മാരുടെ സംരക്ഷണം നമ്മൾക്ക് കിട്ടുക എന്ന് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 34 നാം വായിക്കുന്നു, ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതൻ പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു എന്ന്. മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഘടകമാണ് ദൈവത്തോടുള്ള നിരന്തരമായ ഭക്തി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ് ഈ മാലാഖമാർ. ദൈവത്തോടുള്ള നിരന്തര ഭക്തിയിലും സമ്പർക്കത്തിലും നമ്മൾ കഴിയുമ്പോഴാണ് ദൈവ പ്രീതികരമായ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കാനായി ഈ ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്കെപ്പോഴും ലഭിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.